നമ്മുടെ സ്കൂൾ തുടങ്ങിയിട്ട് ആകെ ഒരു ദിവസം ആയിട്ടേ ഉള്ളൂ അല്ലേ? അപ്പോഴേക്ക് നമ്മുടെ അക്കാഡമിക് കലണ്ടറും അതേപോലെ തന്നെ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ, ക്രിസ്മസ് എക്സാമിൻ്റെ, പിന്നെ നമ്മുടെ ഹയർ സെക്കൻഡറിയിലുള്ള മക്കളുടെ മോഡല്, പ്രാക്ടിക്കല്, പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ ഡേറ്റ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്രോപ്പറായിട്ട് പ്ലാൻ ചെയ്ത് പഠിച്ച് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ, മിസ് പറയണത് നല്ല രീതിയിൽ ടെൻഷൻ ഇല്ലാതെ നിങ്ങളുടെ ഓണം എക്സാമിൻ്റെ ആയാലും ചാപ്റ്റേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് റിവിഷൻ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു ഡേറ്റ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഓഗസ്റ്റ് 21 നിങ്ങളുടെ ഓണം അവധിക്ക് വേണ്ടി സ്കൂൾ അടയ്ക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഓഗസ്റ്റ് 10 മുതൽ എന്ത് ചെയ്യാണ്? നിങ്ങളുടെ എക്സാം തുടങ്ങുകയാണ്, ഓണപരീക്ഷയുടെ എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഇന്നിപ്പം ജൂൺ നമുക്ക് കംപ്ലീറ്റ് കിട്ടുന്നു എന്ന് കരുതാം. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് 10 കൂടി നിങ്ങളുടെ ഓണപരീക്ഷയുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് പറയുമ്പം ഒരു ഓഗസ്റ്റ് 1 കൂടി നമ്മൾ റിവിഷൻ ചെയ്യണ്ടേ? അപ്പം കറക്റ്റ് പറഞ്ഞാൽ 2 മാസമാണ് എൻ്റെ മക്കളുടെ മുന്നിലുള്ളത്. ഈ 2 മാസം കൊണ്ട് ഓണം എക്സാമിൻ്റെ സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് ഓഗസ്റ്റ് 31 കൂടിയായിരിക്കും നിങ്ങളുടെ വെക്കേഷൻ കഴിയുന്നത്. പിന്നെ സെപ്റ്റംബറിലാണ് നിങ്ങൾ വരുന്നത്. സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ. കാരണം ഡിസംബർ 10 കൂടി ക്രിസ്മസ് എക്സാം തുടങ്ങുകയാണ്. അപ്പോൾ ഒരു ഡിസംബർ 1 മുതലെങ്കിലും റിവിഷൻ ചെയ്യണ്ടേ? അപ്പോൾ നിങ്ങൾക്ക് ഇനി 3 മാസമാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന്, ഓണം വെക്കേഷന് ശേഷം ക്രിസ്മസ് എക്സാമിന് 3 മാസമാണുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലസ് ടുക്കാരെ അല്ല ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം ജനുവരി 20 മുതൽ അവരുടെ പ്രാക്ടിക്കല്, പിന്നെ മോഡല്, പിന്നെ നമ്മുടെ പബ്ലിക്കും തുടങ്ങുകയാണ്. അതായത് നിങ്ങളുടെ 10ാം ക്ലാസ്സുകാരും അതുപോലെ തന്നെ ഹയർ സെക്കൻഡറിക്കാരെ സംബന്ധിച്ചിടത്തോളം ഡിസംബറിനുള്ളിൽ സിലബസ് തീർക്കണം. ബാക്കിയുള്ള മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർച്ച് വരെ സമയമുണ്ട്. അതായത് 1ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെയൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ SSLC അതേപോലെ തന്നെ ഹയർ സെക്കൻഡറിയിലുള്ള മക്കൾ, പ്രത്യേകിച്ച് ഹയർ സെക്കൻഡറി മക്കളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിസംബറോട് കൂടി സിലബസും കംപ്ലീറ്റ് ചെയ്ത് ജനുവരിയിൽ നിങ്ങളുടെ പ്രാക്ടിക്കൽ, മോഡൽ, പിന്നെ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് SSLCക്ക് മോഡൽ പരീക്ഷയുണ്ട് ഫെബ്രുവരിയിൽ. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം സമയം എന്ന് പറയുന്ന സാധനം വളരെ ലിമിറ്റഡ് ആണ്. അപ്പോൾ ഈ കുറച്ച് സമയമൊക്കെ പറഞ്ഞ് പക്ഷേ തുടക്കത്തിൽ തന്നെ ഞങ്ങളെ പേടിപ്പിക്കുകയാണോ? അല്ല, എൻ്റെ കുട്ടികൾ എക്സാമിൻ്റെ സമയമാവുന്ന സമയത്ത് പേടിയാവാതെ, ടെൻഷൻ ആവാതെ, സ്ട്രെസ് ആവാതെ പഠിക്കാനുള്ള കാര്യങ്ങളാണ് മിസ് പറഞ്ഞിരുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് പറ്റാത്ത കാര്യമാണോ ഇത്? ഒരിക്കലും അല്ല മക്കളെ. നിങ്ങൾ സ്ട്രക്ചേർഡ് ആയിട്ട്, പ്ലാൻഡ് ആയിട്ട് എൻ്റെ കുട്ടികൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടോപ്പേഴ്സ് ആവാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് നമ്മുടെ എക്സാമിനറിൻ്റെ നമ്മുടെ ബാച്ചിൽ പഠിച്ചിട്ടുള്ളത്. നിങ്ങൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഉയരേ ബാച്ച്, നമ്മുടെ +2 ബാച്ചിൽ ഫുൾ മാർക്ക് വാങ്ങിച്ച ആൾക്കാരാണ്. നിങ്ങൾ നോക്കിക്കേ, 1 മാർക്ക് പോലും പോവാതെ, ഓക്കെ, 1200 വാങ്ങിച്ച ആൾക്കാരാണ് ഇവർ. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഈ 2 ആൾക്കാർ മാത്രമോ? അല്ല, ഇവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണാം. 1 മാർക്ക് മിസ്സായിട്ടുള്ള ആളുണ്ട്, 99.9%. 2 മാർക്ക് മിസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്, 3 മാർക്ക് മാത്രം പോയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇതൊക്കെ 3 മാർക്ക് പോയിട്ടുള്ള ആൾക്കാർ, ഇത് 4 മാർക്ക് പോയ ആൾക്കാർ, 5 മാർക്ക്, അങ്ങനെ നമ്മുടെ 90%-ന് മുകളിൽ മാർക്സ് കിട്ടിയ ആൾക്കാരുണ്ട്. ഇതും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിരുടെ എണ്ണം കൂടില്ല. ഇനി നമ്മുടെ അഗ്നി ബാച്ചിൻ്റെ +1 റിസൾട്ട് എടുത്തു കഴിഞ്ഞാൽ 25 സ്റ്റേറ്റ് ടോപ്പേഴ്സ് ആണ്, 520 മാർക്സ് വാങ്ങിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും റിസൾട്ട് ഒരു ബാച്ചിൽ നിന്ന് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ്? അവർക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ബാച്ചിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അവർ അതിനേക്കാൾ നന്നായിട്ട് അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മക്കളുടെ എല്ലാം ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതായത് ഇവരെല്ലാവരും നേരത്തെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നേരത്തെ സ്റ്റാർട്ട് ചെയ്തെങ്കിലേ നമുക്ക് നല്ല സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്ത് സമയത്തോടു കൂടി പഠിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മൾ എത്ര നന്നായിട്ട് പഠിക്കാൻ തയ്യാറായാലും, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ റെഡി ആയാലും, സമയമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ കഴിയില്ല അല്ലേ? മിസ് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ? സമയമില്ലെങ്കിൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങളെല്ലാം കുഞ്ഞു മക്കളാണ് അല്ലേ? ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങൾ സ്ട്രെസ് എടുത്തോ, ടെൻഷൻ എടുത്തോ, പേടിച്ചോ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ എൻജോയ് ചെയ്താണ് പഠിക്കേണ്ടത്. അങ്ങനെ എൻജോയ് ചെയ്ത് സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ടോപ്പ് മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതിന് നമ്മളിപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നേരത്തെ പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനറിൻ്റെ കൂടെ പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ എക്സാമിനറിൻ്റെ ആൽഫ ബാച്ചിൽ അഡ്മിഷൻ എടുക്കാം. ഓൾറെഡി നമ്മുടെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകും എത്ര കുട്ടികൾ നേരത്തെ പഠിച്ചു തുടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ലേറ്റ് ആക്കുന്നുണ്ടെങ്കിൽ അത് ആരുടെ ടൈമാണ് ഇല്ലാണ്ടാക്കുന്നത്? മിസ്സിൻ്റെ ആണോ? നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ആണോ? അല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെ സമയമാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നിമിഷം പോലും പാഴാക്കാതെ നമ്മൾ എത്രയും നേരത്തെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആൽഫ ബാച്ചിൽ നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ് ഉണ്ടാകും, ലെറ്റസ്റ്റ് എസ്എസിന്റെ വീഡിയോ സൊല്യൂഷൻ ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ സൊല്യൂഷൻ, ചാപ്റ്റർ വൈസ് വർക്ക്ഷീറ്റ്, ചാപ്റ്റർ വൈസ് എക്സാം കാര്യങ്ങളെല്ലാം ഉണ്ടാകും. ഇനി
കംപ്ലീറ്റ് നമ്മുടെ ബുക്ക് സെറ്റും പ്ലസ് റിവിഷൻ ബാച്ച് കൂടി കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ പ്ലസ് ബാച്ചിൽ അഡ്മിഷൻ എടുക്കണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, ബേസിക് ബാച്ചിൽ 3490 ആണ് ആൻഡ് പ്ലസ് ബാച്ചിൽ 3990 ആണ്. ജസ്റ്റ് ഒരു 500 റുപ്പീസിൻ്റെ വ്യത്യാസമാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കുമ്പോൾ സർ 500 റുപ്പീസ് ചെറുതാണോ? അല്ല. പക്ഷേ ഈ 500 റുപ്പീസിന് നിങ്ങൾക്ക് ഫ്രീ ആയി കിട്ടുന്ന കാര്യങ്ങൾ ഫുൾ ബുക്ക് സെറ്റ് 1500 രൂപയുടെ ബുക്ക് സെറ്റ് നമ്മുടെ പ്ലസ് ബാച്ചിൽ ഫ്രീ ആയി കിട്ടും. 2000 രൂപയുടെ റിവിഷൻ ബാച്ച് പ്ലസ് ബാച്ചിൽ ഫ്രീ ആയി കിട്ടും. അപ്പം 3500 രൂപയുടെ സാധനം ഒരു 500 രൂപയ്ക്ക് കിട്ടുക എന്ന് പറയുമ്പോൾ നല്ലതല്ലേ? ഓക്കെ, അപ്പം അത് ഏതായാലും നിങ്ങളുടെ ചോയ്സ് ആണ്. ഇങ്ങനെ ഒരു കാര്യം നമ്മുടെ അഡീഷണൽ ആയിട്ട് പ്ലസ് ബാച്ചിൽ ഉണ്ടാവും. അപ്പം പ്ലസ് ബാച്ചിൽ അഡ്മിഷൻ എടുത്താലും ബേസിക് ബാച്ചിൽ അഡ്മിഷൻ എടുത്താലും നേരത്തെ പഠിച്ചു തുടങ്ങാം. അങ്ങനെയാണെങ്കിലാണ് നമുക്ക് നല്ല രീതിയിൽ പഠിച്ച് റിലാക്സ്ഡ് ആയിട്ട് പഠിച്ച് കോൺഫിഡൻസോട് കൂടി എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ രീതിയിലൊക്കെ എൻ്റെ മക്കൾക്ക് മുന്നോട്ട് പോകാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ വേഗം തന്നെ താഴേക്കാന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക, ബാച്ചിൽ അഡ്മിഷൻ എടുക്കുക, നേരത്തെ പഠിച്ചു തുടങ്ങാം. ഓക്കെ.